الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രബോധന വിഷയങ്ങളായി വന്ന ഉള്ളടക്കങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന തുടർച്ചയിൽ ദാവൂദ് അലൈഹിസ്സലാമിന് മുമ്പ് ഭൂമുഖത്ത് കടന്നു വരുന്ന ശമൂവേൽ അലൈഹിസ്സലാം ശമൂവേൽ പ്രവാചകൻ, ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറ അൽ-ബഖറയിൽ പഠിപ്പിച്ച മർമ്മ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിശദാംശങ്ങളോടുകൂടിയായിരുന്നു കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ നാം തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. രക്ഷണമത്ത ഒരു നേതാവിനെ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയും താലൂത്ത് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കീഴിൽ ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആത്മനിയന്ത്രണം സാധ്യമായ പുഴ മുറിച്ചു കിടക്കുമ്പോൾ വെള്ളം കുടിക്കരുത് എന്ന കൽപ്പന പാലിച്ചുകൊണ്ട് കുടിക്കാതിരുന്ന സ്വയം നിയന്ത്രണം സാധ്യമായ ഏതാനും അനുയായികളുമായി അവരുടെ എതിരാളിയായി അന്ന് നിലവിലുണ്ടായിരുന്ന ശത്രു ഖുർആൻ ജാലൂത്ത് എന്ന ആ ശത്രുവിനെ വിശേഷിപ്പിക്കുന്നു. ബൈബിളിന്റെ പ്രയോഗത്തിൽ ഗോലിയാത്ത്, ആ ശത്രുവിനെ അവർ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തിൽ ജാലൂത്തിനെ കൊന്നുകളഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാമയാണ്.
പിന്നീട് പ്രവാചകനായിരുന്ന ദാവൂദ് അലൈഹിസ്സലാം. നമ്മൾ പഠിച്ചു വരുന്ന ഈ തുടർച്ചയിൽ ശമൂവേൽ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് പ്രവാചകനായി രംഗത്ത് വന്ന അറിയപ്പെടുന്ന പ്രവാചകനാണ് ദാവൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തെ ചരിത്രത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഈ യുദ്ധരംഗം മുതലാണ്. ബനൂ ഇസ്രായേൽ സമുദായം അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത യുദ്ധത്തിലെ നേതാവും നായകനുമായ താലൂത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ കൂടെ ആ മാർഗത്തിൽ ഇസ്ലാമിലെ ശിക്ഷണശീലങ്ങൾ മുറുകെ പിടിച്ച് ഉറച്ചു നിന്ന ഏതാനും അനുയായികളുമായി ഒരു വലിയ സൈന്യത്തെ നയിച്ചു വന്ന ജാലൂത്തുമായി നടന്ന ഒരു പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഒരു ഇതിവൃത്തം ബദറിലെ ഒരു പോരാട്ടത്തെ പോലെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറുഭാഗം സർവ സന്നാഹങ്ങളുമുള്ള യുദ്ധ ഭീകരന്മാരാണ്. ഇവിടെയാണെങ്കിൽ ഒരു സമുദായത്തിന്റെ ദൗർബല്യം കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു പേരേ ഉള്ളൂ. പുഴ മുറിച്ചു കിടക്കുമ്പോൾ അവരോട് ഈ പുഴയിൽ നിന്ന് കുടിക്കരുത് എന്ന ഒരു പരീക്ഷണം അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നും ഒട്ടും കുടിക്കാത്തവർ അല്ലെങ്കിൽ ഒരു കൈകുമ്പിൾ മാത്രം കുടിക്കുന്നവർ മാത്രമാണ് എന്റെ കൂടെ പോരാൻ യോഗ്യരെന്നും ആ നിയമം ഈ ക്രമം ലംഘിക്കുന്നവർ എന്റെ കൂടെ പോരാൻ യോഗ്യരല്ല എന്നും യുദ്ധഭൂമിയിലേക്കുള്ള യാത്രാ മധ്യേ പുഴ മുറിച്ചു കിടക്കേണ്ടി വന്ന പശ്ചാത്തലത്തിൽ അവരിൽ അവരുടെ കൂടെയുള്ള പ്രവാചകന് അള്ളാഹു നൽകിയ നിർദ്ദേശം അദ്ദേഹം കേൾപ്പിച്ചപ്പോൾ, ഈ നേതാവ് കേൾപ്പിച്ചപ്പോൾ, നേതാവിന്റെ ആജ്ഞയെ വകവെക്കാതെ അനുസരണക്കേട് കാണിച്ചവരായിരുന്നു ആ സന്നാഹത്തിൽ, യുദ്ധസന്നാഹത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം എന്ന സമുദായ അംഗങ്ങൾ. അവർ അവിടെ തളർന്നിരുന്നു എന്നും ഖുർആനിന്റെ അധ്യാപനം നാം കേട്ടു. ലാ താഖത ലനൽ യൗമ ബിജാലൂത് വജുനൂദി. ഇന്ന് ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും നമുക്ക് പോരടിക്കാൻ ശക്തിയില്ല, നമുക്കിന്ന് തയ്യാറല്ല, നാം ഇന്ന് തയ്യാറല്ല എന്ന് പറഞ്ഞവർ മാറിയിരുന്നു. പക്ഷേ ഈ പുഴ മുറിച്ചു കിടക്കുമ്പോൾ ഒട്ടും വെള്ളം കുടിക്കാതെ സ്വയം നിയന്ത്രണം സാധ്യമായ, ആത്മനിയന്ത്രണം സാധ്യമായ ആ ഏതാനും ആളുകളുമായിട്ടാണ് താലൂത്ത് ജാലൂത്തിനോട് ഏറ്റുമുട്ടാൻ പോയത്. ആ ചെറു സംഘം വളരെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞ ഒരു വാക്യമാണ് എക്കാലത്തും ചരിത്രത്തിൽ ഐതിഹാസിക വിജയമായ ബദറിനെ അനുസ്മരിക്കുമ്പോൾ നാം നിരന്തരം കേൾക്കാറുള്ള ഒരു ഖുർആനിക വാക്യം. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വലിയ വലിയ സൈനിക സന്നാഹങ്ങളെ അതിജയിച്ചിട്ടുള്ളത് എന്ന ആ വാക്യം ഏറെ ചരിത്രത്തിൽ എക്കാലത്തും ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനം. അത് ഈ സന്ദർഭത്തിൽ ഈ ആളുകൾ പറഞ്ഞതാണ്. വെള്ളം കുടിക്കാതെ പുഴ മുറിച്ചു കിടക്കുകയും നേതാവിന്റെ ആജ്ഞകൾക്ക് അനുസരിച്ച് നിലകൊള്ളുകയും ചെയ്ത ആ കൊച്ചു സംഘം അവരാണ് ജാലൂത്തുമായി ഏറ്റുമുട്ടാൻ പോയത്. ആ യുദ്ധഭൂമിയിൽ വെച്ചാണ് ദാവൂദ് അലൈഹിസ്സലാം രംഗപ്രവേശനം ചെയ്ത ചരിത്രത്തിൽ. ആ യുദ്ധം അവിടെ നടന്നു. കുറച്ചു പേരെ ഉള്ളൂ ഇസ്ലാമിന്റെ പക്ഷത്ത്. പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. സമുദായം മുഴുക്കെ എന്ന് പറയാവുന്ന രീതിയിൽ വലിയ ഒരു സന്നാഹം തന്നെയായിരുന്നു. പക്ഷേ കാര്യത്തിന് പറ്റാവുന്നവർ എണ്ണത്തിൽ കുറവായിരുന്നു. എണ്ണത്തിൽ കുറവായ ആ സംഘവുമായിട്ട് ഈ യുദ്ധഭൂമിയിൽ വെച്ച് പോരടിക്കുകയും ആ യുദ്ധത്തിൽ ഈ ഇസ്ലാമിക സമൂഹം, താലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം, അതൊരു ചെറിയ ടീമായിരുന്നിട്ടും അവർ വിജയിച്ചു. വിശുദ്ധ ഖുർആൻ സൂറ അൽ-ബഖറയിലെ 251 ആയത്തിൽ പറയുന്നു, ഫഹസമൂഹും ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതിയോടെ ഈ സംഘം, ഈ മുസ്ലിം സംഘം എതിരാളികളെ പരാജയപ്പെടുത്തി. ആ യുദ്ധഭൂമിയിൽ വെച്ച് ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ, ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ പിന്നീട് ദാവൂദ് അലൈഹിസ്സലാമക്ക് അല്ലാഹു മുൽക്ക്, അധികാരം നൽകി. വൽഹിക്മ, നബുവത്ത് നൽകി, പ്രവാചകത്വവും നൽകി, അധികാരവും നൽകി. വഅല്ലമഹു മിമ്മാ യശാ. അല്ലാഹു അദ്ദേഹത്തെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചു. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്. ഒരു ശക്തിയെ മറ്റൊരു ശക്തിയെ കൊണ്ട് അല്ലാഹു പ്രതിരോധിക്കുന്നില്ല എങ്കിൽ
ഒരു ശക്തിയെ മറ്റൊരു ശക്തിയെ കൊണ്ട് അല്ലാഹു തടയുന്നില്ല എങ്കിൽ ഭൂമിയിൽ വിനാശം സംഭവിക്കും, ഭൂമിയിൽ കുഴപ്പം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ഒരു ശക്തി സ്വൈരവിഹാരം നടത്തുകയും അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന അത്തരം ഒരു അവസ്ഥ അല്ലാഹു സമ്മതിക്കുകയില്ല. കാരണം അല്ലാഹു അവൻ മാനവരോട് ഏറെ ഔദാര്യം കാണിക്കുന്നവനാണ്. ഇതാണ് ഈ സൂക്തത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. മുഖദ്ദിമയിൽ ഊതി വെച്ച ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഈ ആയത്തിലാണ്, ഈ രംഗം വെച്ചുകൊണ്ടാണ് ദാവൂദ് അലൈഹിസ്സലാമയെ ഖുർആൻ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു യുദ്ധഭൂമിയിൽ വെച്ച് ഈ ഖുർആനിക ആയത്തിന് ഒരു സവിശേഷതയുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. സാധാരണഗതിയിൽ മതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദർശനം എന്ന് പറയുമ്പോൾ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ക്രമം എന്ന് പറയുമ്പോൾ നമുക്കിടയിൽ പോലും തെറ്റായ ഒരു ധാരണയുണ്ട്. ആ ധാരണ അത് കേവലം ആത്മീയ ആരാധന അനുഷ്ഠാനങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഉപാസനയും സന്യാസവും പൗരോഹിത്യവും മഠത്തിലുള്ള ജീവിതവും ലൗകിക വ്യവഹാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്രമവും ആചാരവും അനുഷ്ഠാനവും ആരാധനയും മാത്രം ചേർന്ന ഒന്നാണ് എന്ന ഒരു ധാരണ നല്ല ഒരു ശതമാനം മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും വേര് പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ അറിയണം. എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ അരങ്ങേറ്റത്തെയാണ് അവതരിപ്പിക്കുന്നത്. അത് ഒരു യുദ്ധഭൂമികയിലാണ്. യുദ്ധമാണ് ഈ ആയത്തിന്റെ പ്രതിപാദനം. യുദ്ധമാണ് അവിടെ നടക്കുന്നത്. യുദ്ധത്തിന് പോകുന്ന യാത്രയിലാണ് നേതൃത്വവും അനുസരണവും അനുയായികളും. അതതിന്റെ ക്രമത്തിൽ പരസ്പരം ഊട്ടപ്പെട്ടില്ല എങ്കിൽ ഇഹലോകത്ത് അവർ വിജയിക്കില്ല എന്നും പരലോകത്ത് അവർ സ്വർഗം പോകില്ല എന്നും പഠിപ്പിച്ച ഭാഗം കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ നാം ശ്രമിച്ചത്. അപ്പോൾ യുദ്ധത്തിന്റെ ഒരു യുദ്ധകാന്ഡം അവതരിപ്പിക്കുകയാണ് ഖുർആൻ. ഒരു യുദ്ധരംഗത്തിന്റെ പച്ചയായ വിവരണമാണ്. അതിനുള്ള യാത്ര, അതിനുള്ള പുറപ്പെടൽ, അതിന്റെ സന്നാഹം, അതിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, അനുയായികൾക്കുണ്ടാവേണ്ട ഗുണങ്ങൾ, ആ അനുയായികൾക്കുണ്ടാവേണ്ട തർബീയത്ത് പഠിപ്പിക്കുന്നത് യുദ്ധരംഗവുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മുഖം ഇസ്ലാമിനുണ്ട് എന്ന കാര്യം സാധാരണ മതവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിന്റെ ചർച്ചയിൽ വരാറില്ല. മതം എന്ന് പറഞ്ഞാൽ അത് കേവല മതം എന്നാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്തമാണ് ഇസ്ലാം. ഈ ആയത്തിൽ 3 വസ്തുതകൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്. ദാവൂദ് അലൈഹിസ്സലാമയെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആന്റെ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഭാഗമാണ് ഇവിടെ. അതിനുശേഷമാണ് ദാവൂദ് അലൈഹിസ്സലാമയുടെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഗുണങ്ങളും കഴിവുകളും അമാനുഷിക ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിന്റെ സാങ്കേതിക രംഗത്തെ നൈപുണ്യവും അദ്ദേഹത്തിന്റെ ഭരണ പാഠവും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനതയും അതിനുപരി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമാകാത്ത അളവിലുള്ള വല്ലാത്ത പിന്തുണയും സന്നാഹങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആ വർത്തമാനത്തിന്റെ ചരിത്ര ആഖ്യായികയുടെ തുടക്കം തന്നെ ഒരു യുദ്ധഭൂമികയാണ്. അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടാകാവോ എന്ന് നമുക്ക് ചിന്തിക്കാം. സാധാരണഗതിയിൽ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയ ക്രമത്തിന്റെ ആചാര്യന്മാർ. ആത്മീയ ക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഹിംസ ഒട്ടുമേ നടക്കാത്ത, അഹിംസയിൽ അധിഷ്ഠിതമായ സാരോപദേശങ്ങളും വാഴതും ഉറുതിയും മാത്രമുള്ള, സന്യാസവും ആചാരവും അനുഷ്ഠാനവും ആരാധനയും മാത്രമുള്ള, വിവാഹ ജീവിതത്തിന് പോലും മാറി നിൽക്കുന്ന ലൗകിക വ്യവഹാര വിദഗ്ധിയുള്ള ഒരു ക്രമം എന്നാണ് നമ്മുടെ ഇതുപോലുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ മതത്തെ കുറിച്ച കാഴ്ചപ്പാട് എങ്കിൽ ആ കാഴ്ചപ്പാടിനോട് ഒട്ടും പൊരുത്തപ്പെടാത്ത ദർശനമാണ് ഇസ്ലാം എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ സവിശേഷത ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്ത് പോലും നമ്മൾ ഇസ്ലാമിന്റെ ക്രമം അറിയാതെ മതം വേറെ, രാഷ്ട്രം വേറെ, മതം വേറെ, രാഷ്ട്രീയം വേറെ, മതപരമായ കാര്യം വേറെ, ഭൗതികപരമായ കാര്യം വേറെ എന്നിങ്ങനെ നമ്മളും വലിയ വായിൽ ഗർജിക്കാറുണ്ട്. അറിവില്ലായ്മയുടെ, ഇസ്ലാമിനെ കുറിച്ച കാഴ്ചപ്പാടില്ലായ്മയുടെ ഏറ്റവും വൃത്തികെട്ട വർത്തമാനമാണ് ഇസ്ലാമിന്റെ ആളുകൾ ഇത് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. അപ്പോൾ ഈ ആയത്ത് ആ രംഗത്ത് ഇത്തിരി പ്രസക്തമാണ്. 3 വിഷയങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു സംഘം, ഒരു കൊച്ചു സംഘം വലിയ ഒരു സൈന്യത്തെ അള്ളാഹുവിന്റെ അനുമതിയോടെ പരാജയപ്പെടുത്തി. ആയത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഈ കൊച്ചു സംഘം അവരുടെ നേതാവായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത താലൂത്ത് റഹിമഹുല്ലയുടെ നേതൃത്വത്തിൽ
ആ മറുപക്ഷത്തെ, അത് വലിയ ജാലൂത്താകുന്ന യുദ്ധ ഭീകരന്റെ കീഴിൽ അണിനിറന്ന സർവ്വസന്നാഹമുള്ള ഒരു സൈന്യം. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഈ കൊച്ചു സംഘം വിജയിക്കാനൊരു സാധ്യതയുമില്ല. പക്ഷെ അള്ളാഹു അവരെ വിജയിപ്പിക്കുകയാണ്. അവന്റെ ഒരു സൈന്യം, അള്ളാഹുവിന്റെ ഒരു സൈന്യം ആ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുകയാണ്. ബദറിൽ പ്രവർത്തിച്ചതുപോലെ, ഉഹദ് യുദ്ധത്തിന്റെ വിജയത്തിന്റെ ആദ്യഘട്ടത്തിൽ അള്ളാഹുവിനെ പ്രഖ്യാപിച്ചതുപോലെ അള്ളാഹുവിന്റെ സൈന്യത്തെ മലക്കുകളെ ഇറക്കിയിട്ട് ആ മലക്കൾ മുസ്തവ്വിമീൻ, പ്രത്യേക മുദ്രയണിഞ്ഞ മലക്കുകൾ. അങ്ങനെയാണ് സൈനിക രംഗത്ത് ആ മേഖലയിൽ കഴിവും പ്രാപ്തിയുമുള്ളവർക്ക് ചില പട്ടങ്ങളും മുദ്രയും നമ്മൾ കൊടുക്കാറുള്ളത് പോലെ പ്രത്യേകം മുദ്രയണിഞ്ഞ അൽ മലായികത്തു മുസ്തവ്വിമീൻ, മുദ്രയണിഞ്ഞ മലക്കുകൾ ഇറങ്ങി നിങ്ങളെ സഹായിക്കുമെന്നാണ്. അവർ ആ യുദ്ധത്തിൽ ഇറങ്ങി ഇടപെട്ടു. ജുന്ദുൽ, ഒരു സൈന്യം, ലം തറൗഹ, നിങ്ങൾ അവരെ കാണുന്നില്ല. നിങ്ങൾ കാണാത്ത ഒരു സൈന്യത്തെ ഇറക്കിയിട്ട് നാം ഇടപെടും എന്നല്ലാഹു പറഞ്ഞ രംഗത്തിൽ ഒരു രംഗമാണ് ഈ രംഗം. അവിടെ ഈ വിഭാഗം മുസ്ലിം സമൂഹം വിജയിക്കുകയാണ്. അവർ അവരെ പരാജയപ്പെടുത്തി. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ സഹായത്തോടു കൂടി. അപ്പോ അള്ളാഹുവിന്റെ ദർശനത്തിൽ തന്നെ യുദ്ധം എന്നൊരു സംഗതിയും ധർമ്മ സംസ്ഥാപനാർത്ഥായ ഇങ്ങനെയുള്ള നിയോഗങ്ങളുമായി പ്രവാചകന്മാർ വരുമെന്ന് നമുക്ക് പരിചയമുള്ള ചില വേദങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ വളരെ കൃത്യമായി വരുമെന്നത് യാഥാർത്ഥ്യമാണ്, സംഭവിക്കും. അള്ളാഹ് അങ്ങനെയാണ് അവന്റെ പ്രവാചകന്മാരെ ചില ഘട്ടങ്ങളിൽ ദൗത്യമേൽപ്പിക്കുക എന്ന് ഖുർആൻ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. അപ്പൊ യുദ്ധഭൂമികയാണ് പരാമർശം, യുദ്ധമാണ് അതിൽ ഒരു പോയിന്റ്. രണ്ടാമത്തെ വസ്തുത, ആ യുദ്ധരംഗത്ത് ഏറ്റവും വലിയ ശത്രുവായി ആ ശത്രു സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന നായകനെ വധിക്കുന്നത് പിൽക്കാലത്ത് കടന്നു വരുന്ന ഒരു പ്രവാചകനാണ്, ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാം എന്ന് പറയുന്ന ഈ മഹാപ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ കൊന്നുകളഞ്ഞു. ഒരു പ്രവാചകൻ ധർമ്മത്തിന്റെ മാർഗത്തിൽ ആയുധമെടുക്കുകയും ആയുധമണിയുകയും പോരാടുകയും ശത്രുവിനെ വകവരുത്തുകയും ചെയ്യുന്നു എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ടാമത് ഒരു വസ്തുതയാണ് ഈ ആയത്തിൽ. മൂന്നാമത്തെ വസ്തുത, അങ്ങനെയുള്ള ധർമ്മത്തിന്റെ മാർഗത്തിൽ കരുത്തോടെ പൊരുതിയ ധീരനായ ആ വ്യക്തിയെയാണ് പിന്നീട് പ്രവാചകനാക്കിയത് എന്നാണ്. അള്ളാഹു ഈ ദാവൂദ്, അന്ന് അദ്ദേഹം പ്രവാചകനല്ല, യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ദാവൂദ് എന്ന് പ്രവാചകനായിരുന്നില്ല അലൈഹിസ്സലാം, പിന്നെയാണ് പ്രവാചകനാകുന്നത്. അപ്പോൾ യുദ്ധരംഗത്ത് ധീരോദാത്തമായ പോരാട്ടം കാഴ്ചവെച്ച് ശത്രുവിന് നേരെയുള്ള മുന്നേറ്റത്തിൽ ഐതിഹാസികമായ വിജയം കൊയ്തു കൊടുത്ത് ഒരു സമൂഹത്തെ രക്ഷിച്ചെടുത്ത, അതിക്രമകാരികളെ തകർത്ത് കളഞ്ഞ ആ ധീരനായ വ്യക്തിക്ക് അല്ലാഹു ആതാഹുല്ല, പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് നൽകി. എന്ത് നൽകി? അൽ ഹിക്മ, നുബുവത്ത് കൊടുത്തു, പ്രവാചകനായി നിയോഗിച്ചു. അങ്ങനെ പ്രവാചകനായി വരുന്ന ഒരാള് നമസ്കാരവും ദിക്റും ദുആയും വഅദും ഉറുദിയുമായി സുവിശേഷ പ്രസംഗകനായി ഒരു ഭാഗത്ത് ഇരുന്നാൽ പോരാ എന്നും അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ ഒരു ആത്മീയ ക്രമം ഇസ്ലാമിലില്ല. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം കൊടുത്തതുപോലെ തന്നെ അള്ളാഹു അധികാരവും കൊടുത്തു, വലിഹിക്കുമ, പ്രവാചകത്വവും കൊടുത്തു. എന്നിട്ടോ ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്യിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ഇടപെടലിന്റെ ഒരു ന്യായം പഠിപ്പിച്ചു തുടർന്ന് ആ ന്യായം ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ല എങ്കിൽ, തടയുന്നില്ല എങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. ഭൂമിയിൽ ശക്തൻ അവന്റെ താന്തോന്നിത്തരം കാണിച്ചു കളയും. അവൻ അധർമ്മവും അക്രമവും പ്രവർത്തിക്കും. ആ അധർമ്മവും അക്രമവും ഭൂമിയിൽ സ്വാസ്ഥ്യം കെടുത്തി കളയും. അത് ഫസാദിന് കാരണമാകും. അങ്ങനെയുള്ള കുഴപ്പം ഭൂമിയിൽ ഉണ്ടാകാൻ അള്ളാഹ് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ നടപടിക്രമം ഇങ്ങനെയാണെന്ന്, അതിൽ സുന്നത്തുള്ള എന്നാണ് പറയാ. സുന്നത്തു നബി എന്ന പ്രയോഗം നമുക്ക് പരിചയമുണ്ട്. സുന്ന എന്ന് പറഞ്ഞാൽ തന്നെ സാങ്കേതിക അർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നാണ്, ജീവിതചര്യ. എന്നാൽ അള്ളാഹുവിന്റെ ഒരു ചര്യയുണ്ട്, അതിന് അള്ളാഹുവിന്റെ നടപടിക്രമം എന്നാണ് നേരായ ഭാഷയിൽ പറയാൻ പറ്റുക. സുന്നത്തുള്ള, അള്ളാഹുവിന്റെ നടപടിക്രമം ഇങ്ങനെയാണ്. ഒരു ശക്തിയെ കയറൂരി വിടുന്ന പ്രശ്നമേ ഇല്ല. ഒരു കൂട്ടരെ അധികാരത്തിൽ നിർത്തിയിട്ട് അങ്ങനെ അവരുടെ ഇഷ്ടാനുസാരം പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. മറിച്ച് ഒരു ശക്തി അതിജയിച്ചു വരുമ്പോൾ അവർ അക്രമത്തിന്റെ പാതയിലേക്ക് പോയിപ്പോകും എന്ന് വരുന്ന ഘട്ടത്തിൽ അവരെ പ്രതിരോധിക്കാൻ ഒരു മറുശക്തിയെ അല്ല രംഗത്ത് കൊണ്ടുവരുമെന്ന്, അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഇവരെ പ്രതിരോധിക്കുമെന്ന്.
തടഞ്ഞു, പ്രതിരോധിച്ചു എന്നാണ്. അങ്ങനെ പ്രതിരോധിച്ച് ബലാബലം നിർത്തുകയോ അക്രമത്തിൽ മുന്നോട്ട് പോയ ശക്തിയെ അടിച്ചമർത്തി പരാജയപ്പെടുത്തുകയോ നാശോന്മുഖമാക്കുകയോ ചെയ്തില്ല എങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുമെന്ന് അത് അള്ളാഹു സമ്മതിക്കില്ല എന്ന്. ഒരു വിഭാഗത്തെ, ഒരു സംഘത്തെ, ഒരു കൂട്ടരെ വേറെ ഒരു സംഘത്തെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ല, തടയുന്നില്ല എങ്കിൽ ഭൂമിയിൽ നാശം ഉണ്ടാവും, ഭൂമിയിൽ കുഴപ്പം സംഭവിക്കും. അത് അള്ളാഹു സമ്മതിക്കുകയില്ല, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഒരിക്കലും കുഴപ്പം ഉണ്ടാകുന്നതിനെ ഇഷ്ടപ്പെടുകയില്ല. വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാലോകരോട് ഏറ്റവും വലിയ ഔദാര്യം കാണിക്കുന്നവനാണ്. മനുഷ്യരോടുള്ള, മാലോകരോടുള്ള അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഭാഗമാണ് ഈ പറയുന്നത്. അക്രമത്തെ ചെറുക്കുക, അക്രമികളെ തകർക്കുക, അക്രമികളെ തകർക്കാൻ ഒരു മറുസംഘത്തെ കൊണ്ടുവരിക, അങ്ങനെ ബലാബലം നിർത്തുക, അങ്ങനെ ശാക്തികമായ ഒരു സന്തുലനത്തിലൂടെ അങ്ങനെയെങ്കിലും ഒരു ശാന്തി ഭൂമുഖത്ത് ഉണ്ടാകുമെങ്കിൽ അങ്ങനെ നിലനിർത്തുക. അല്ലെങ്കിൽ ചെറുസംഘം ആണ് സത്യത്തിന്റെ വക്താക്കളെങ്കിൽ അവർക്ക് അള്ളാഹു പിന്തുണ കൊടുത്ത് മറുസംഘത്തെ പരാജയപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഒരു രീതിശാസ്ത്രം, ഒരു സുന്നത്തുള്ള അള്ളാഹുവിന്റെ നടപടിക്രമം അള്ളാഹുവിന് ഉണ്ട് എന്നും ഈ ആയത്ത് പരിചയപ്പെടുത്തും. ഇപ്പൊ 3 വസ്തുതകൾ മുമ്പിൽ വെക്കുകയാണ് ഈ സൂക്തം. ഒരു പ്രവാചകന്റെ രംഗപ്രവേശനത്തെ പരിചയപ്പെടുന്ന സൂക്തമാണ്. നിങ്ങൾ ദാവൂദ് അലൈഹിസ്സലാമയെ കുറിച്ച് പഠിക്കാൻ വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചാൽ ദാവൂദ് അലൈഹിസ്സലാമ ഏത് രംഗത്താണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പഠിക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുന്ന രംഗം ഈ യുദ്ധഭൂമികയാണ്. അതൊരു അത്ഭുതകരമായിരിക്കുന്നു നമ്മൾ അറിയണം. ഇസ്ലാമിന്റെ മതത്തെക്കുറിച്ച കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ ദർശനത്തെക്കുറിച്ച കാഴ്ചപ്പാട് സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചു വെച്ചതുപോലെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പരിചയപ്പെടുത്തപ്പെടുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഇതര മതങ്ങൾ അവരെ സ്വയം പരിചയപ്പെടുന്ന പോലെയോ അല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇസ്ലാം ഒരു കേവല മതമല്ല, ഇസ്ലാം കേവല ആത്മീയതയുമല്ല. ഇസ്ലാം മനുഷ്യ ജീവിതത്തെ മുഴുവനായും ചൂടുനിൽക്കുന്ന ഉദാത്തമായ ദർശനമാണ്. അത് വ്യക്തിയുടെ ദൗർബല്യങ്ങളോട് പൊരുതാൻ അവനെ പ്രേരിപ്പിക്കുന്ന പോലെ സമൂഹത്തിലെ ദൗർബല്യങ്ങളോട് പൊരുതാൻ അവനെ പ്രേരിപ്പിക്കും. അതാണ് അതിന്റെ മുഖം. വ്യക്തി സ്വന്തത്തോട് ജിഹാദ് ചെയ്യണമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. സകല ആത്മീയ ക്രമങ്ങളും അതാണ് പഠിപ്പിക്കുക. ദൗർബല്യങ്ങളെ മറികടക്കാൻ സ്വയം സംസ്കരണത്തിന് വിധേയനാകാനാണ് ആത്മീയ ക്രമങ്ങളും കേവല മതങ്ങളും പറയുക. കേവല മതങ്ങളെല്ലാം അതിലൂന്നും വ്യക്തിയുടെ സംസ്കരണം, അതിനവർക്ക് ഒരുപാട് രീതിയും ശൈലിയും ഒക്കെയുണ്ട്, ധ്യാനവും ആത്മീയമായ മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യക്തി അവരുടെ ദൗർബല്യങ്ങളെ മറികടക്കണമെന്നാണ്. വ്യക്തികൾ ദൗർബല്യമുള്ളവരാണ്. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവനൊരുപാട് ദൗർബല്യങ്ങളുണ്ട്. അവന് ഒരുപാട് ദൗർബല്യങ്ങൾ, ധനമോഹം, അതുപോലെ തന്നെ ഈർഷ്യ, ദേഷ്യം, കോപം, ധിക്കാരം, സുഖലോലുപത, ആഡംബരപ്രമത്തത, സുഖ ആസ്വാദനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കൽ, അങ്ങനെ അലസത, മടി ഉൾപ്പെടെ, നിഷ്ക്രിയത്വം ഉൾപ്പെടെ ഒരുപാട് ദൗർബല്യങ്ങൾ മനുഷ്യനുണ്ട്. ആ ദൗർബല്യങ്ങളെ മറികടക്കാനാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ പഠിപ്പിക്കുക. ഇസ്ലാം അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ദൗർബല്യത്തോട് പൊരുതാൻ ഇസ്ലാം പഠിപ്പിച്ചത്. അതിനും ഇസ്ലാം ജിഹാദ് എന്നാണ് പറയുക. ജിഹാദും ബിന്നഫ്സ്, ജിഹാദും ബിന്നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ്. നാം നമ്മോട് തന്നെ ജിഹാദ് ചെയ്യുക, നാം നമ്മോട് തന്നെ ധർമ്മസമരം നടത്തുക. എന്നിട്ട് നമ്മിലെ ദൗർബല്യങ്ങളെ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുക. നമ്മിലുള്ള ജാഹിലിയത്തിനെ, അനിസ്ലാമികതയെ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുക. എന്നിട്ട് പകരം ഇസ്ലാമിനെ അവിടെ പകരം വെക്കുക. അങ്ങനെ നാം ഇസ്ലാമിന്റെ മാർഗത്തിൽ സംസ്കരിക്കപ്പെട്ട് ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് സ്വയം ബലപ്പെട്ട, സ്വന്തത്തെ പ്രബലനം ചെയ്ത, സ്വന്തത്തെ ശക്തിപ്പെടുത്തിയ, സ്വയം ശാക്തീകരണത്തിന് വിധേയനായ വ്യക്തിയായി മാറുമ്പോൾ അവിടെയാണ് തസ്കിയ സംഭവിക്കുക, സംസ്കരണം. സ്വയം സംസ്കരിച്ചവൻ വിജയിച്ചു. സ്വന്തം ആത്മാവിന്റെ ദൗർബല്യങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുത്തവൻ, ആ ദൗർബല്യങ്ങളുടെ പിന്നാലെ പോയവൻ പരാജയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കല തസ്കിയ, തദ്സിയ എന്ന 2 പ്രയോഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചത് ഈ വിഷയമായിട്ടാണ്. അപ്പൊ വ്യക്തിയെ അവന്റെ ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ ഊന്നൽ കൊടുക്കുന്ന ഇസ്ലാം സമാജത്തെ അതിന്റെ ദൗർബല്യത്തിൽ മുക്തനാക്കാനും ഊന്നൽ കൊടുക്കും. അതും ജിഹാദാണ്, അഥവാ അധർമ്മത്തോടുള്ള പോരാട്ടം. രണ്ടും ഒരുപോലെ കാണുന്നു ഇസ്ലാം. അതാണ് ഇതര മതങ്ങളുമായി ഇസ്ലാമിനുള്ള വ്യതിരിക്തത. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കേവല മതം എന്ന് പറയാൻ പാടില്ലെന്ന് ഇസ്ലാമിനെ അറിയുന്ന എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം അവതരിപ്പിച്ചത്.
അതുകൊണ്ട് വ്യക്തികളെ പിടികൂടുന്ന ദൗർബല്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ദൗർബല്യങ്ങളെ ഖുർആനും സുന്നത്തും പഠിച്ച് അതിനനുസരിച്ച് സ്വയം സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയനായി സ്വയം അതിൽ നിന്ന് മോചിതനായി മാറുമ്പോൾ ആ വ്യക്തി ഇസ്ലാമിന്റെ മാർഗത്തിലെ ലക്ഷണമൊത്ത ഒരു മുസ്ലിം ആണ്. ആ വ്യക്തി തസ്കിയ നേടിയവനാണ്. ആ വ്യക്തിയുടെ മേൽ ഇതുപോലുള്ള ഒരു ബാധ്യത കൂടി ഇസ്ലാം ഏൽപ്പിക്കും. അത് സമാജത്തെ സംസ്കരിക്കുക എന്നതാണ്. സമൂഹത്തിലെ തിന്മകളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. സമാജം, സമൂഹം, സാമൂഹ്യക്രമം എന്നതിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് രാഷ്ട്രം, ഭരണം, ഭരണകൂടം എന്ന് പറയുന്നത്. അതൊരു സാമൂഹ്യ ക്രമത്തിന്റെ ഏറ്റവും ഉദാത്തമായ തലമാണ്. ആ സാമൂഹ്യ ക്രമം നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം, ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതിനകത്ത് അക്രമവും അതിനകത്ത് വൃത്തികേടും വ്യാപിക്കാനോ പരക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോട് പൊരുതാൻ ഇതേ വ്യക്തിക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാമിലെ ലക്ഷണമൊത്ത മുസ്ലിമിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തരായി എഴുന്നേറ്റ് നിൽക്കുന്ന ആത്മീയതയുടെ ഉദാത്ത ഭാവം പുലുകിയ മഹാരഥന്മാരായ പ്രവാചകന്മാർ തന്നെ സമൂഹത്തിലെ തിന്മകൾക്ക് നേരെ ആയുധമെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു എങ്കിൽ രണ്ടും ജിഹാദായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രവാചകന്റെ ചരിത്രത്തിലെ ആഗമനം തന്നെ, ഒരു പ്രവാചകന്റെ കടന്നുവരവ് തന്നെ ഒരു യുദ്ധഭൂമികയിലാവുക, അദ്ദേഹത്തെ കുറിച്ച പരാമർശം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടാവുക. അങ്ങനെ ചരിത്രത്തിൽ സവിശേഷമായി രേഖപ്പെടുത്തപ്പെട്ട താലൂത്തും ജാലൂത്തും തമ്മിലെ യുദ്ധത്തിന്റെ ആ വിശദീകരണത്തിൽ, യുദ്ധകാണ്ഡം വിശദീകരിക്കുന്നിടത്ത് ജാലൂത്തിനെ, ഗോലിയാത്തിനെ കൊന്നുകളയുന്ന വ്യക്തിത്വം അത് ദാവൂദ് ആണെന്ന് പരിചയപ്പെടുത്തുക. ആ ദാവൂദിനെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിശ്ചയിക്കുക. അതേ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമെ തന്നെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ആ ഭരണാധികാരിയായ ദാവൂദ് അലൈഹിസ്സലാമക്ക് തുല്യതയില്ലാത്തതും അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത്രയും അദ്ദേഹത്തെ പഠിപ്പിക്കുക. അങ്ങനെ ചരിത്രത്തിൽ ദാവൂദ്, ബൈബിളിന്റെ ഭാഷ ഡേവിഡ്, ഉദാത്തനായ ഭരണാധികാരിയും ഉദാത്തനായ ആത്മദർശനത്തിന്റെ ആത്മീയ സംവിധാനത്തിന്റെ മേലധികാരിയുമായി തിളങ്ങി വിളങ്ങി നിൽക്കുക. നൂറ്റാണ്ടുകൾ ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം സാങ്കേതിക രംഗത്ത് വലിയ കഴിവുള്ള വ്യക്തിത്വമായി വളർന്നു നിൽക്കുക. ഇങ്ങനെ ഒരു ചരിത്ര വിശദീകരണം ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് എങ്കിൽ കേവല മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമായി നമ്മളാരും ഇസ്ലാമിനെ അളന്നു പോകരുത്. ഇസ്ലാമിനെ ആ കണ്ണിലൂടെ കാണരുത്. ആ കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാണ് ഇസ്ലാമിന്റെ ചില നിയമങ്ങളും ക്രമങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാം എല്ലാ രംഗത്തും നാം ഇസ്ലാമിനെ ചേരുംപടി ചേർത്ത് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ചില രംഗത്ത് ഇസ്ലാമിന്റെ ക്രമവും നിയമവും വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നത്. എല്ലാ രംഗത്തും ഇസ്ലാമിനെ ചേരുംപടി ചേർത്ത് മുന്നോട്ട് പോകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നാം നമ്മുടെ ചില ക്രമത്തിൽ ഇസ്ലാമിനെ മാറ്റി വെച്ചുകൊണ്ട് വേറെ ചില രീതിയിൽ പോകാൻ ധാർഷ്ട്യം കാണിക്കുന്നത് നമുക്ക് ഇസ്ലാമിനെ ഇനിയും മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ്. പിന്നീട് അല്ലാഹു ഇതേ ആയത്തിൽ പറയും, ഞാൻ ഇടപെടും എന്നാണ്. എന്തിനു വേണ്ടി ഇടപെടും? അധർമ്മത്തിന്റെ ശക്തികളെ തകർക്കാൻ വേണ്ടി ഇടപെടുമെന്ന്. ധർമ്മം നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ്. ധർമ്മം നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ്. അധർമ്മം ഉണ്ടാവാൻ പാടില്ല, അത് ശക്തി പ്രാപിക്കാൻ പാടില്ല, അത് മേൽക്കൈ നേടാൻ പാടില്ല. അതെങ്ങാണ്ട് ഒരു ഘട്ടത്തിൽ മേൽക്കൈ നേടിയാൽ അധികകാലം തുടരില്ല. അങ്ങനെ തുടരാൻ അല്ലാഹു സമ്മതിക്കില്ല. ഒരു ശക്തി അതിജയിച്ചു വരികയും അതിനെ എതിരിടാൻ ഒരു മറുശക്തി ഇല്ലാതെ പോവുകയും ചെയ്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. ആ കുഴപ്പം അല്ലാഹു സമ്മതിക്കുകയില്ല എന്ന്. ഇത്രയും കൃത്യമായ ഒരു വീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ മാർഗത്തിൽ മുന്നേറാൻ വ്യക്തിയെ, കുടുംബത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ വളരെ കൃത്യമായി വഴി നടത്തുന്ന ഒരു ദർശനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൽ കേവല ആത്മീയതയില്ല. കുറെ നമസ്കാരവും ദിക്റും സ്വലാത്തും, അങ്ങനെ കുറച്ച് ഖത്മ തീർക്കലും കുറച്ച് ഭജന ഇരിക്കലും ഒക്കെയായി അങ്ങനെ ഒരു രീതിയിൽ ജീവിച്ചു പോകാം. ബാക്കി സമൂഹത്തിൽ അരങ്ങേറുന്ന തിന്മകളോ നാട്ടിൽ നടക്കുന്ന അധർമ്മങ്ങളോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ധിക്കാരത്തിൻ്റെതായ പ്രവർത്തനങ്ങളോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ഭാവേന ആരെങ്കിലുമൊക്കെ ഇസ്ലാമിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് വികലമാണെന്ന് വിനയപുരസ്സരം നമ്മൾ പറയേണ്ടി വരും. രണ്ടാമതായി, മതത്തിന്റെ മേഖലയിൽ
പണിയെടുക്കുന്നവർ കേവലം ഇത്തരം ആത്മീയ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി, അതിനപ്പുറത്ത് അവരുടെ സ്വരമോ വർത്തമാനമോ ഉയർന്നു വരരുത്. അങ്ങനെ വരുന്നത് യഥാർത്ഥത്തിൽ ശരിയാവുകയില്ല എന്ന രീതിയിൽ ആരെങ്കിലും വലിയമായി സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവർ പ്രവാചകന്മാരെ നിഷേധിച്ചവരാണെന്ന് വിനയപുരസ്സരം പറയേണ്ടി വരും. കാരണം ഇസ്ലാമിലെ പ്രവാചകന്മാർ ഒരേ സമയം ഇമാമത്ത്, ആത്മീയ നേതൃത്വം ഏറ്റെടുത്തവരായിരുന്നു എങ്കിൽ അതേസമയം ഇമാറത്ത്, രാഷ്ട്രത്തിന്റെ ഭരണവും ഏറ്റെടുത്തവരായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാമക്ക് അല്ലാഹു അധികാരവും നൽകി, നുബുവത്ത് നൽകി എന്ന് പറയുമ്പോൾ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മദീന പള്ളി കേന്ദ്രീകരിച്ച് സമൂഹത്തിന് നൽകിയ ആത്മീയ നിർദ്ദേശങ്ങളുടെ, മതപരമായ നിർദ്ദേശങ്ങളുടെ നേതൃത്വമായി ആ പള്ളിയിലെ ഇമാമത്തായി നിലകൊള്ളുമ്പോൾ തന്നെ അദ്ദേഹം ആ രാജ്യത്തെ, ആ വിശാലമായ സഹോദര സമുദായ അംഗങ്ങൾ പൗരന്മാരായി നിലകൊള്ളുന്ന രാഷ്ട്രത്തിന്റെ അമീർ, ഭരണാധികാരി കൂടിയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച കാഴ്ചപ്പാട് വികലമാണ്. അപ്പോ അത്തരം ഒരു രീതിയല്ല ഇസ്ലാമിന്റെ എന്ന് വളരെ കൃത്യമായി ഒരു പ്രവാചകന്റെ അരങ്ങേറ്റം പഠിപ്പിക്കുന്നിടത്ത് പഠിപ്പിക്കുക. മതങ്ങൾ ഹിംസ ചെയ്യാൻ പാടില്ലാത്തവരാണെന്നും അതെപ്പോഴും അഹിംസയിൽ തന്നെ അധിഷ്ഠിതമായിരിക്കണമെന്നും അവർ കേവലം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാത്രം ഉപദേശിച്ചാൽ മതി എന്നും അതിനപ്പുറത്ത് ശക്തി പ്രയോഗിക്കുന്ന രീതിയിലേക്ക് മതങ്ങളോ മതസംഹിതകളോ വളരാൻ പാടില്ലെന്നുമൊക്കെ വലിയ വായിൽ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇസ്ലാം അതിനും എതിരാണ്. ഇസ്ലാം അധർമ്മത്തോട് പൊറുക്കില്ല. അധർമ്മത്തോടുള്ള അടങ്ങാത്ത രോഷം ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ സവിശേഷത അധർമ്മത്തോട് പൊറുക്കാൻ കഴിയില്ല എന്നതാണ്. അധർമ്മം കൺമുമ്പിൽ കണ്ടിട്ടും പഞ്ചപുച്ഛമടക്കി ഇരിക്കുന്നവൻ മുസ്ലിമാകുമോ എന്നൊരു ഗവേഷണ പഠനം നടത്തിയാൽ അതിന്റെ ഉത്തരം നെഗറ്റീവായിരിക്കും. അവൻ മുസ്ലിമാവുകയില്ല എന്ന്. തന്റെ കൺമുമ്പിൽ തിന്മ കാണുമ്പോ, താൻ നിലനിൽക്കുന്ന സംവിധാനത്തിലും ജീവിക്കുന്ന ക്രമത്തിലും തിന്മ കാണുമ്പോ അതിനെതിരെ നിശബ്ദനായി അതൊരു വിഷയമേ ആകാത്ത വിധം, അത് തന്നെ ഒട്ടും അസ്വസ്ഥപ്പെടുത്താത്ത വിധം സ്വസ്ഥമായി ഒരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്കിൽ അവന്റെ ഇസ്ലാമിനെ കുറിച്ച കാഴ്ചപ്പാട് എന്താണെന്ന് ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഒരു തിന്മ നിങ്ങൾ കണ്ടാൽ കൈ കൊണ്ട് തടയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തിന്മ കണ്ടാൽ കൈ കൊണ്ട് തടയണം, കൈ കൊണ്ട് പിടിക്കണമെന്നാണ്. കൈ എന്നതിന് എത് എന്നതിന് അധികാരം എന്നും അർത്ഥമുണ്ട്. എല്ലാ തിന്മയും നമുക്ക് തടയാൻ കഴിയില്ല. അധികാര കേന്ദ്രമാണ് ചില തിന്മകളെ തടയേണ്ടത്. നമ്മൾ പ്രസംഗിച്ചാലും വാഴ്ന്നു പറഞ്ഞാലും തിന്മ ഇല്ലാതാവില്ല. അത് പടച്ചവന്റെ പേരുള്ള മനുഷ്യന്മാർക്ക് മാത്രം തിന്മ ഇല്ലാതാക്കാൻ കഴിയും എന്ന് മാത്രം. സമാജത്തെ സ്വാധീനിക്കുന്ന അധർമ്മം അധികാരത്തിന്റെ പിന്തുണയോടെ ഇല്ലാതാക്കാൻ കഴിയും. അത് അംഗീകരിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിലെ പ്രവാചകന്മാർ ഭരണാധികാരികൾ കൂടിയായത്. ഇസ്ലാമിലെ പ്രവാചകന്മാർ കേവലം മഠങ്ങളിലോ ആത്മീയ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം നടത്തുന്നവർ മാത്രമായിരുന്നില്ല. അവർ രാജ്യം ഭരിച്ചവരും യുദ്ധം നയിച്ചവരുമായിരുന്നു. നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. നിഷേധിക്കുന്നെങ്കിൽ നമ്മുടെ ഇസ്ലാം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയാം. അപ്പോ അധർമ്മത്തോട് പൊറുക്കാൻ കഴിയില്ല ഇസ്ലാമിൽ. അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ എന്ന ഈ പ്രയോഗം ഖുർആനിൽ വ്യാപകമായി നമ്മൾ വായിക്കുന്നുണ്ട് എങ്കിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ സംസ്ഥാപിക്കാനും തിന്മ ഇല്ലാതാക്കാനും നിലകൊള്ളേണ്ടവരാണെന്ന് എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തി ബാധ്യതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നിടത്ത് ഇത്ര കൃത്യമായി ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ഓതി മടക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ കഴിയുന്നവൻ മുസ്ലിം ആകണമെങ്കിൽ വേറൊരു കോലത്തിൽ ഇസ്ലാമിനെ മാറ്റി എഴുതേണ്ടി വരും. അകത്ത് കടന്ന് വിങ്ങുന്ന, രോഷമായി പതയുന്ന ഒരു വികാരം തിന്മയോട് ഇല്ലാത്ത കാലത്തോളം ലക്ഷണമൊത്ത ഒരു മുസ്ലിം മണ്ണിൽ പിറക്കില്ല. പ്രവാചകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു പ്രവാചകന്റെ ആഗമന ചരിത്രത്തിലേക്കുള്ള കടന്നുവരവ് ഒരു യുദ്ധഭൂമികയിൽ വെച്ച് പരിചയപ്പെടുത്തുക. ആ നിർണായകമായ യുദ്ധത്തിൽ ഒരു ചെറു സംഘം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കെ ആ സംഘത്തെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഈ വലിയ സൈന്യത്തിന് കഴിയും എന്നിരിക്കെ തമ്പുരാനിൽ തവക്കുൽ ചെയ്ത് ധർമ്മത്തിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആ സംഘത്തിലെ, ആ കൊച്ചു സംഘത്തിലെ ഒരു എടുത്തു പറയപ്പെടുന്ന നേതാവായി പിന്നീട് മറുപക്ഷത്തെ വലിയ സൈനിക നായകനെ മലർത്തി അടിച്ചത് ഈ ദാവൂദ് അലൈഹിസ്സലാമയാവുക. അദ്ദേഹത്തിന്റെ ധീരതയെ ഖുർആൻ എടുത്ത് പ്രശംസിക്കുക. ആ ധീരകൃത്യം ചെയ്ത ആ വ്യക്തിയെ പിന്നീട് പ്രവാചകനാക്കുക.
ആ വ്യക്തി കേവലം പ്രവാചകനായി സമൂഹത്തിന് സാരോപദേശം നൽകുന്ന അവസ്ഥയിലല്ല അദ്ദേഹം ആ വിശാലമായ ഈ ജാലൂത്തിനെ പിടിച്ചെടുത്ത വിശാലമായ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി നിലകൊള്ളുക. എന്നിട്ട് ആ ഭരണാധികാരിയുടെ ഭരണ നൈപുണ്യവും അദ്ദേഹത്തിന്റെ സാങ്കേതിക മേന്മയും തികവും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുത്ബയിൽ അദ്ദേഹം സാങ്കേതിക രംഗത്ത് കാഴ്ചവെച്ച മികവിനെ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരും. അങ്ങനെ മികവുള്ള വ്യക്തിത്വമായി ചരിത്രം അടയാളപ്പെടുത്തുക. കാലാകാലങ്ങളായി വായിക്കുന്നവർ ഈ പ്രവാചകനെ അറിയുക. ഇതര മതങ്ങൾക്ക് ആ പ്രവാചകൻ ഏറെ പേരുകേട്ട വ്യക്തിത്വമായി വാഴ്ത്തിപ്പാടുന്ന അവരുടെ കൂട്ടത്തിലെ ഒരു ഉദാത്ത വക്താവായി അവരും പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരു വശം ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ ഒരു ഭാഗത്ത് വായിച്ചും പഠിച്ചും മറുഭാഗത്ത് സ്വന്തത്തിലേക്ക് തല ഉള്ളിലേക്ക് വലിച്ച് ഒട്ടകപ്പക്ഷി നയം സ്വീകരിച്ച് അമർന്നിരിക്കാൻ നമുക്കെങ്ങനെ കഴിയുമെന്ന് വിനയപുരസ്സരം ചിന്തിക്കണം. തിന്മയോടുള്ള അടങ്ങാത്ത രോഷം, അത് നമ്മുടെ സ്വന്തം ദൗർബല്യങ്ങളോട്, നമ്മുടെ കുടുംബത്തിലെ ദൗർബല്യങ്ങളോട്, നമ്മുടെ സമാജത്തിലെ ദൗർബല്യങ്ങളോട്, നമ്മുടെ സംവിധാനത്തിലെ ക്രമങ്ങളുടെ ദൗർബല്യങ്ങളോട് പൊരുതാൻ നമ്മെ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയണം. അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ടെങ്കിലും അത്രയെങ്കിലും ചെയ്യണം. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയത്തിൽ ആ തിന്മയോടും തിന്മയുടെ വക്താക്കളോടും അടങ്ങാത്ത രോഷമുണ്ടാവണം. ഹൃദയത്തിൽ രോഷമുണ്ടാവുക എന്ന അവസ്ഥ ഒരു ഭാഗത്ത് അത്രയെങ്കിലും നമുക്ക് സാധ്യമായല്ലോ എന്ന് വിചാരപ്പെടുമ്പോഴും മറുഭാഗത്ത് അതിനെക്കുറിച്ച് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദാലിക അദ്റാഫുൽ ഈമാൻ, അത് ഈമാനിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. അത് ശക്തി കുറഞ്ഞ ഈമാനിന്റെ അടയാളമാണ്. ശക്തി കൂടിയ ഈമാൻ എന്ന് പറഞ്ഞാൽ തിന്മയോട് അടങ്ങാത്ത രോഷവും അതിനോട് സന്ധിയില്ലാത്ത സമരവും പ്രഖ്യാപിക്കുക എന്നതാണ്. എന്നിട്ട് തിന്മക്കെതിരെ നന്മയുടെ മാർഗത്തിൽ മുന്നേറുക. അങ്ങനെ വരുന്ന ധർമ്മം സ്ഥാപിക്കുക. വ്യക്തിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, ലോകത്ത് ധർമ്മം സ്ഥാപിക്കാനാണ് ഇസ്ലാം കടന്നു വന്നത്. അതുകൊണ്ട് ആ ധർമ്മ സ്ഥാപനമാണ്, ധർമ്മ സംസ്ഥാപനമാണ് ജിഹാദ്. ആ ജിഹാദ് സ്വന്തത്തോടും സമൂഹത്തിലെ തിന്മയോടും സമാജത്തിലെ തിന്മയോടും രാജ്യത്തിലെ തിന്മയോടും ലോകത്തിലെ തിന്മയോടും ആകുന്ന ഉദാത്തമായ ഒരു ക്രമം ഇസ്ലാമിലുണ്ട് എന്നും അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ മുഖം ഇങ്ങനെ അല്ല പരിചയപ്പെടുത്തിയത് എന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സൂക്തമാണ് ദാവൂദ് അലൈഹിസ്സലാമയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ആയത്ത് എന്ന കാര്യം നമ്മൾ അറിയണം. അത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് തിരിച്ചറിയാൻ ഇത് മുഖേന സാധിക്കും. അതുകൊണ്ട് ഇസ്ലാം ഒരു കേവല മതമല്ല, അത് മനുഷ്യ സമൂഹത്തെ മൊത്തം ചൂട് നിൽക്കുന്ന ഒരു ദർശനമാണ്. ഇസ്ലാമിലെ പ്രവാചകന്മാർ കേവലം ആത്മീയ ആചാര്യന്മാരല്ല, അവർ സമൂഹത്തെ നയിക്കുന്ന ധർമ്മത്തിന്റെ പാതയിൽ സകല മേഖലയിലും കൈവെക്കുന്ന, സകല മേഖലയിലും എഴുന്നേറ്റ് നിൽക്കുന്ന, ഒരേ സമയം ആത്മീയമെന്നും ഭരണപരമെന്നും നാം പറയുന്ന മേഖലകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ആ രംഗത്ത് കൃത്യമായ വഴി കാണിക്കുന്ന മഹാന്മാരായ ജീവിത മാതൃകളായി അല്ലാഹു മുമ്പിൽ വെച്ച പ്രവാചകന്മാരാണെന്ന് യാഥാർത്ഥ്യം നാം അറിയുക. അധർമ്മത്തിന്റെ ശക്തികളെ മുന്നോട്ട് പോകാൻ അത് സമ്മതിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ തടയാൻ മറുഭാഗത്ത് ശക്തി അള്ളാഹു തന്നെ കൊണ്ടുവരുമെന്ന്, അങ്ങനെ അവരെ തകർത്ത് കളയുമെന്ന്, അല്ലെങ്കിൽ ഭൂമിയിലെ ഫസത്തിൽ ഭൂമിയിൽ നാശമുണ്ടാകുമെന്ന് അത് അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന്. അപ്പൊ അള്ളാഹു സമ്മതിക്കാത്ത ഒരു കാര്യം നമ്മളായിട്ട് സമ്മതിച്ചു കൊടുക്കാമെന്ന് വരാൻ പാടില്ല. അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം നമുക്ക് പഥ്യമല്ല എന്ന് വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു ദീന് വേറെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതിൽ നിന്ന് മാറിയിട്ട് നാം ഒരു തെറ്റായ ആത്മീയ ക്രമത്തിന്റെ വഴിയെ പോകാനും പാടില്ല. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഇസ്ലാമിനെ ആ രീതിയിൽ പഠിച്ചും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്ന് വിനയപുരസ്സരം ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ദാവൂദ് അലൈഹിസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ബാക്കിയുള്ള പാഠങ്ങൾ ഇതിന്റെ തുടർച്ചയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ഗവർണർ MOH ഫാറൂഖ് സാഹിബ് അന്തരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ارض عن الخلفاء الراشدين وعمراء المرشدين عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعم نبيك حمزه والعباس وبقيه الصحابه والقرابه والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنة وقنا عذاب النار. آمين برحمتك يا رب.